ദേവൻ പൊടിച്ച പാറ ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം. നമസ്കാരം, ഞാൻ രാജ് നീലാംബരി. ദേവൻ പൊടിച്ച പാറ ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തെ കുറിച്ചാണ് അർജുൻ സൗണ്ട്സിന്റെ ഇന്നത്തെ എപ്പിസോഡ്. പ്രാപഞ്ചിക ദുഃഖങ്ങൾ അകലുവാൻ പാപങ്ങൾ നശിക്കണമെന്നും പാപശാന്തിക്ക് അത്യുത്തമ മാർഗം ശിവാരാധനയാണെന്നും മനസ്സിലാക്കിയ ഋഷീശ്വരന്മാർ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തപസ് അനുഷ്ഠിച്ചിരുന്ന പുണ്യഭൂമിയാണ് കാസർഗോഡ് ജില്ലയിലെ പനയാൽ ഗ്രാമത്തിലെ വട്ടത്തൂരിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ കിഴക്ക് മാറിയുള്ള ദേവൻ പൊടിച്ച പാറ എന്ന പ്രദേശം. മഹർഷിമാരുടെ അതുല്യമായ തപശക്തിയുടെ സാക്ഷാത്കാരമായി ശിവഭഗവാൻ ഈ തപോഭൂമിയിലെ പാറയിൽ സ്വയംഭൂവായി ആവിർഭവിച്ചു എന്നാണ് ഐതിഹ്യം. ശ്രീ മഹാദേവൻ സ്വയംഭൂവായി പൊടിച്ചുയർന്ന ആ പാറ പിന്നീട് ദേവൻ പൊടിച്ച പാറ എന്ന് പ്രസിദ്ധമാവുകയും ചെയ്തു. പൗരാണികത്വം കൊണ്ടും ചൈതന്യം കൊണ്ടും പ്രഥമ ഗണനീയമായ ക്ഷേത്രം കാലപ്രഭാവത്തിൽ നാശോന്മുഖമാവുകയായിരുന്നു. ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് കഠിനമായ വരൾച്ചയിൽ പൊറുതിമുട്ടിയ നാട്ടുകാർ ഇവിടത്തെ ശിവലിംഗത്തിൽ ധാര നടത്തുകയും തൽഫലമായി ശക്തമായ മഴ ലഭിക്കുകയും ചെയ്തു. ശേഷം മരം കൊണ്ട് ഒരു ചെറിയ ശ്രീകോവിൽ ഉണ്ടാക്കി ബ്രഹ്മശ്രീ അരവത്ത് KU ദാമോദര തന്ത്രികളുടെ നേതൃത്വത്തിൽ പുണ്യാഹാദികൾ നടത്തുകയും എല്ലാ സംക്രമ ദിവസങ്ങളിലും പൂജാതി കർമ്മങ്ങളും പ്രതിവർഷം മേടമാസം 10-ാം തീയതി നിറമാല ഉത്സവവും യഥാവിധി നിർവഹിച്ചു വരികയാണ്. ശിവശക്തി സ്വരൂപം കൂടാതെ വിഷ്ണു, സുബ്രഹ്മണ്യൻ, ഗണപതി, ശാസ്താവ് എന്നീ ഉപദേവ സങ്കല്പങ്ങളും പുറമെ ഗുളികൻ സാന്നിധ്യവും ഇവിടെ കാണാം. സന്താന സൗഭാഗ്യത്തിനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടി ഇവിടെ നാഗാരാധന നടത്താറുണ്ട്. ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തായി വിശാലമായ കല്യാണ മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രം നിറയ്ക്കുള്ള കതിരുകൾ ഇവിടെ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുക്കുന്നു. ഏകദേശം 10-25 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. അർദ്ധനാരീശ്വരൻ്റെ സ്വയംഭൂ ക്ഷേത്രം എന്നറിയപ്പെടുന്നതാണ്. അർദ്ധനാരീശ്വര ദേവനെ കൂടാതെ മഹാവിഷ്ണു ദേവനും കൂടി ഇവിടെ പ്രാധാന്യമുണ്ട് താനും.
അതുപോലെ ഉപദേവന്മാരായി ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ് എന്നീ ദേവകളും ഇവിടെ ഉണ്ട്. 1998 കാലയളവിൽ ഇവിടെ ഒരു പെണ്ണുങ്ങൾ മുളിയേരിയുന്ന സമയത്ത് കല്ലിൽ അടക്ക കൊത്താൻ വേണ്ടി നമ്മുടെ സ്വയംഭുവിൽ അടക്ക കൊത്തുകയും തൽക്ഷണം അതിൽ നിന്ന് രക്തം വാർന്നൊഴുകുകയും ചെയ്തു. രക്തം കണ്ട പെണ്ണുങ്ങൾ പേടിച്ച് വിറച്ച് ജനങ്ങളെ വിളിച്ചു കൂട്ടി. നാട്ടുകാരെല്ലാം ചേർന്ന് അടുത്തുള്ള തന്ത്രിയെ സമീപിക്കുകയും തന്ത്രി വന്ന് പറഞ്ഞു, അതൊരു ദേവശില്പമായിരിക്കാം, അതുകൊണ്ട് നമ്മളതിനെ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ അതിൽ കല്ല് കൂട്ടി കരൽ കല്ലുകൾ കൊണ്ട് മൂടി അതിനെ സൂക്ഷിച്ചു, പരിപാലിച്ചു. 2000-ൽ സ്വർണം പ്രശ്നം വെക്കുകയും ചിന്തയിൽ അതൊരു അർദ്ധനാരീശ്വര ശില്പമായി സങ്കല്പിക്കുകയും ചെയ്തു. തുടർന്ന് 2002-ൽ ഇവിടെ ബ്രഹ്മകലശം നടക്കുകയും 2018-ൽ വീണ്ടും ഒരു സ്വർണ്ണ പ്രശ്നം വെച്ചതിൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉത്തമമായി കാണുന്നതിനാൽ അതിനെ പ്രത്യേകം പുറത്ത് വേറെ തന്നെ ശ്രീകോവിൽ നിർമ്മിച്ച് പുറത്ത് 2022-ൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇവിടെ മുഖ്യമായും എല്ലാ പ്രാർത്ഥനകളും നല്ല രീതിയിൽ ഫലിക്കുന്ന ദേവൻ പൊടിച്ചപാറ അർദ്ധനാരീശ്വര ക്ഷേത്രം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇവിടെ കല്യാണം കഴിക്കാനുള്ളവർക്ക് പ്രത്യേകം സ്വയംവര പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യാറുണ്ട്. അതേപോലെ എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണുവിന് പ്രത്യേകം പാൽപ്പായസ നിവേദ്യവും കൂടി സമർപ്പിക്കാറുണ്ട് താൻ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ളവർ ആര് തന്നെ വിളിച്ചാലും തൽക്ഷണം ഇവിടെ അർദ്ധനാരീശ്വരൻ അവരിലേക്ക് അനുഗ്രഹം ചൊരിയും. പ്രത്യേക വഴിപാടായി, മുഖ്യ വഴിപാടായി ശിവപൂജ, അതേപോലെ ഒരു ദിവസപൂജ സമർപ്പണമാണ് ഇവിടെയുള്ള നാട്ടുകാർ അധികവും ചെയ്യാറുള്ളത്. തൽക്ഷണം തന്നെ ദേവൻ വിളി കേൾക്കുകയും ചെയ്യും.